ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൃഷി കാണാം. ഒരുപാട് പച്ചമുളക് നമ്മളുടെ പച്ചമുളക് ചെടിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വീടിന് ചുറ്റും പച്ചമുളകും കാന്താരി ചെടികളും ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ പച്ചമുളക് ചെടിയൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാന്താരി ചെടിയൊക്കെ വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയിട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പയറുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പയർ വിത്തൊക്കെ മുളപ്പിച്ച് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ പയർ ചെടികളും എല്ലാം വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാന്താരി ചെടികൾ ഒരു ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ ഫുള്ള് കാന്താരി കാരണം ഇല പോലും കാണാതെ നിന്നിരുന്നത്. പക്ഷെ ഇപ്പം അതെല്ലാം വാടിപ്പോയി. അപ്പം നമ്മുടെ പയർ ചെടികളിലൊക്കെ ചെറുതായിട്ട് പൂവൊക്കെ വന്ന് മുട്ടിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും എല്ലാ പയർ ചെടികളിലും പയറൊക്കെ വന്ന് തുടങ്ങുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ കാന്താരി ചെടികൾ കുറേ കാന്താരി ചെടികൾ വാടിപ്പോയിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നല്ലപോലെ വളർന്നു വന്നായിരുന്നു. ഇതാണ് വേലിച്ചീര. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് വേലിച്ചീര. ഇതിൻ്റെ കൂമ്പ് ഒടിച്ചെടുത്ത് തോരൻ വയ്ക്കും. അടിപൊളി ടേസ്റ്റാണ്.